ഇവിടെ വിവാഹം എന്നത് ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെയാണ്. അതിനുശേഷം ആ പേപ്പറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം. പക്ഷേ ഇത് ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിത് അറിയില്ല, ഇത് ബ്ലാങ്ക് പേപ്പർ ആണെന്നോ അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ എഴുതി ചേർക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. ആ ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഈ വിവാഹം എന്നത് മനസ്സിലാക്കുന്നത്. കാരണം എന്താണെങ്കിൽ ഇത് ഒപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് നിയമങ്ങൾ വരികയാണ്. രാജ്യത്തിന്റെ, മറ്റ് നിയമ സംവിധാനത്തിന്റെ, മറ്റ് ആചാരങ്ങളുടെ, മതങ്ങളുടെ, പിന്നെ സൊസൈറ്റിയുടെ, ഇതെല്ലാ നിയമങ്ങളിലും ബാധ്യത ആവുകയാണ് നമ്മൾ ഈ ഒരു ഒപ്പിടുന്നതിലൂടെ, ഈ ഒരു ഭാര്യയും ഭർത്താവും. അതേപോലെ തന്നെ ഈ ഭർത്താവിൻ്റെതായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടാവുകയാണ്. അപ്പൊ അതിനുശേഷം നമുക്കൊന്നും പിന്നീടൊന്നും നമുക്ക് നമ്മുടെ അതോറിറ്റി മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. നമുക്കൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുത്താനോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട്. നമ്മൾ സ്വയം ഒരു വരുമാനമുള്ള ഒരു വ്യക്തി ആവേണ്ടതുണ്ട്. സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആവേണ്ടതുണ്ട്. ഓരോ സ്ത്രീകളും വിവാഹത്തിന് മുന്നേ ഈ പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട്. സാമ്പത്തികമായും മാനസികമായിട്ടുള്ള ഒരു കരുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ചേർന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്താനും അതിനുവേണ്ട ഒരു മാരേജിങ് പ്രോസസ്സ് കണ്ടെത്താൻ ആ ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ ആയിരിക്കണം നമ്മളൊരു പാർട്ട്ണറെ കണ്ടെത്തുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കണ്ടുവന്നിട്ടുള്ള മാരേജ് സിസ്റ്റത്തിലൂടെ അല്ലാതെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് യോജിച്ച ആൾ ആരാണ്, നമ്മുടെ വാല്യൂ സിസ്റ്റമായിട്ട് യോജിച്ചു പോകുന്ന ആരാണ്, നമ്മുടെ കാഴ്ചപ്പാടുമായിട്ട് യോജിച്ചു പോകുന്ന ആരാണെന്ന് കണ്ടെത്തുന്നതിലൂടെ, ഒരു തെരഞ്ഞെടുക്കുന്നതിലൂടെ ആ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പാകം നമ്മൾ ആവേണ്ടതുണ്ട്. ഓരോ സ്ത്രീകളും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് തീരുമാനം എടുക്കുന്നവർ മാത്രമല്ല, ഇതിന്റെ കല്യാണത്തിന് ശേഷം ഉണ്ടെന്ന ഏത് റെസ്പോൺസിബിലിറ്റിയും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. സാമ്പത്തികമായിട്ട് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമുക്കത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന, അതിനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളവരായി മാറേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്കൊരു പാർട്ട്ണറെ കണ്ടെത്തുന്നത്. ഇത് നമ്മൾ തീരുമാനിക്കാനാണ്, ഇത് പാർട്ട്ണർ വേണോ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ. ഇവിടെ ഒറ്റയ്ക്ക് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതല്ല, നമുക്കൊരു പാർട്ട്ണർ വേണം, നമുക്കൊരു തുണ വേണം, നമ്മുടെ ഒരു സുഹൃത്ത് വേണം, നമ്മുടെ കൂടെ വേണം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ വിവാഹത്തിലേക്ക് പോകേണ്ടത്. ഇനി വിവാഹം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇനി വരുന്ന ഈ വിവാഹ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരാള് എന്നുള്ള നിലയ്ക്കുള്ള ജീവിതത്തിലൂടെ ഈ ഒരു ആചാരമായി കാണുന്ന വിവാഹം എന്നുള്ള സമ്പ്രദായത്തിലൂടെ മാറി നമുക്കൊരു പാർട്ട്ണർഷിപ്പാണ് വേണ്ടതെന്നും അത് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളതാണെന്ന് തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിലൂടെ ഒരു ഹാപ്പി ലൈഫാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒപ്പം തന്നെ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാനും നമുക്ക് ഇവിടെ സാധിക്കും.